പ്രൈസ് ലോർഡ്. 2025 മെയ് മാസം 1-ാം തീയതി രാവിലെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകാൽ വുമൻസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവവചനമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ചില ദിവസങ്ങളായി നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും കൂടെ നമ്മളായിരിക്കുന്നല്ലോ. പ്രത്യേക ഈ ദിവസങ്ങളിലൊക്കെയും കേൾക്കുന്ന ദൈവശബ്ദം യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനെന്ന്, സകലത്തിലും മേലായ കർത്താവെന്ന്, ശ്രേഷ്ഠനായവനെന്ന് ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. അവൻ കർത്താവായ യേശു കർത്താവ് സകലിലും ശ്രേഷ്ഠനാണ്. അവനൊപ്പം പറയാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. പാപത്തിന്റെയും ആമേൻ ശാപത്തിന്റെയും ആമേൻ അന്ധകാരത്തിന്റെ അടിയിൽ കിടന്ന നമ്മളെ ഹല്ലേലൂയ യേശു കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ അവന്റെ മക്കളാക്കി തീർത്തില്ലേ? അതിനും വലിയ സൗഭാഗ്യം നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. ആമേൻ. സ്തോത്രം. ആമേൻ. ജ്ഞാനികൾക്കും വിവേകികൾക്കും ആമേൻ ഹല്ലേലൂയ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ ആമേൻ ആമേൻ പറയുവാൻ പ്രാപ്തരൊന്നുമായ അല്ല നമ്മൾ ആരും ശ്രേഷ്ഠതയൊന്നുമില്ലാത്തവരായ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത ആ വലിയ സ്നേഹത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വചനഭാഗം വായിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നുവെന്ന്. ഇവിടെ നാം കാണുന്ന ഒരു തിരഞ്ഞെടുപ്പിനെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു യോഗ്യത, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു യോഗ്യതയും ഇല്ലാത്തവരായ നമ്മളെ യേശു കർത്താവ് തിരഞ്ഞെടുത്ത് അവന്റെ മക്കളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുകയാണ്. ആമേൻ. അവൻ തന്റെ മക്കളാക്കി നമ്മളെ തീർത്തപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം, അവനിൽ വസിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക നന്മകളും അധികാരങ്ങളും ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നു. പ്രത്യേകാൽ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ദൈവമക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വായില് ആമേൻ അധികാരത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ശുശ്രൂഷകൾ ആമേൻ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ആമേൻ അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ വചനത്തിൽ നിന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ആമേൻ ഞാൻ ഇവിടെ ആമേൻ ഉദ്ധരിക്കുന്നു. ആമേൻ. ഇവിടെ നമ്മൾക്ക് ഒരു പെലിസ്ത്യ സൈന്യത്തെ കാണാം. പെലിസ്ത്യ സൈന്യം ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്ന ഒരു സൈന്യം. ആമേൻ. പെലിസ്ത്യ സൈന്യം എന്ന് വെച്ചാൽ ആമേൻ അവിടെ ഒരു മല്ലനായ ഗോലിയാത്തുണ്ട്. അല്ലെ, അവന് പറയുകയാണെങ്കിൽ ആമേൻ അവൻ നല്ലൊരു യോദ്ധാവാണ്, ആൾബലമുള്ളവനാണ്. കാരണം അവൻ വലുപ്പത്തിൽ വലിയവനാണ്. അല്ലെ, അതുപോലെ അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രം ധരിച്ചവനാണ്, അവൻ താമ്ര കവചം ധരിച്ചവനാണ്, താമ്രം കൊണ്ട് കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും, അങ്ങനെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരിക്കലും ആമേൻ എതിർ ശക്തി എന്നെ ജയിക്കത്തില്ല എന്നുള്ള ധൈര്യത്തോടെ ആമേൻ ഇവിടെ നാം അതിന്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നു. ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് വന്ന് ആമേൻ എന്നെ ആർക്കെങ്കിലും ജയിക്കുവാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു ഫെലിസ്ത്യനെ നമ്മൾ അവിടെ കാണുന്നു. അല്ലെങ്കിൽ അവിടെ ഫെലിസ്ത്യന്റെ വെല്ലുവിളിക്ക് മുമ്പ് ആമേൻ പരാജയം സംഭവിക്കുമോ എന്ന് പേടിച്ച് ആമേൻ ഒരു രാജാവും രാജസൈന്യവും ആമേൻ നിൽക്കുന്നതായി നമുക്ക് കാണാം. അവിടെ ശൗല് ആമേൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ നമ്മൾക്ക് കാണാം ഒരു അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതല് അവിടെ അവിടെ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അവിടെ 32-ാം അധ്യായത്തിൽ വാക്യത്തിൽ നാം കാണുന്നു. ആമേൻ. ദാവീദ് ശൗലിനോട് പറയുകയാണ്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറയുമ്പോൾ ശൗല് പറയുകയാണ്,
പറയുകയാണ്, നിനക്ക് കഴിയത്തില്ല, നീ ഒരു ബാലനല്ലേ, നിനക്ക് എങ്ങനെ ഇത് കഴിയും? അപ്പോൾ ദാവീദിന് പറയാനുണ്ട്, ഞാനൊരു ആട്ടിടയനാണ്, എനിക്ക് ശ്രേഷ്ഠതകളൊന്നും പറയുവാനില്ല, എങ്കിലും ആമേൻ ഹല്ലേലൂയ എനിക്ക് ചില രഹസ്യങ്ങളെ പറയുവാനുണ്ട്. ഞാൻ ഏകാന്തതയിൽ ഞാൻ കാട്ടിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ആരും എന്നെ സഹായിക്കുവാൻ ഇല്ലാത്തപ്പോൾ, ഞാൻ ആട്ടും കൂട്ടുമായി പോയപ്പോൾ ഒരു സിംഹത്തിന്റെയും ഒരു കരടിയുടെയും മുമ്പിൽ നിന്ന് മധ്യത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചവനാണ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് എന്നെ വിടുവിപ്പാൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനാണെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ ദാവീദ് ഹല്ലേലൂയ ഫെലിസ്ത്യനെ മുന്നോട്ട് നേരിടുവാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നതായി നമുക്ക് കാണാം. അങ്ങനെ ദാവീദ് മുന്നോട്ട് വന്നപ്പോൾ ശൗൽ അവനെ പടയങ്കിയൊക്കെ ധരിപ്പിച്ച് തന്റെ തലയിൽ താമ്ര ശിരസ്ത്രമൊക്കെ വെച്ച് അവനെ യുദ്ധത്തിന് വേണ്ടി ഇറക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, അങ്ങനെയൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ ദാവീദ് പറയാ, ഞാനിതൊന്നും ശീലിച്ചവനല്ല, ഇതിങ്ങനൊന്നും ധരിച്ച് എനിക്ക് പോകാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഈ പ്രശംസ ഇങ്ങനെയുള്ള ഈ കവചത്തിന്റെയോ അല്ലെങ്കിൽ ഈ പുറമെയുള്ള താമ്ര ശിരസ്ത്രത്തിന്റെ ഒന്നും പ്രശംസ എടുക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല. അവന് സാധാരണക്കാരനായി ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം, തോട്ടിൽ നിന്ന് എടുത്ത മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയിൽ പൊക്കണത്തിലിട്ട് കയ്യിൽ കവിണിയുമായി ഫെലിസ്ത്യനോട് നേരിടാൻ വേണ്ടി ചെല്ലുന്ന ഒരു കൊച്ചു ബാലനെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അവൻ കുഞ്ഞു ബാലനായിരിക്കോട്ടെ, പുറമെ നോക്കുമ്പോൾ അവർ ചെറിയവനായിക്കോട്ടെ, പക്ഷെ അവനുള്ള അഭിഷേകത്തിന്റെ ശക്തി വലുതാണ്. അവനിൽ പകർന്നിരിക്കുന്ന അവന്റെ കൈകളിൽ യുദ്ധാഭ്യാസം വരുത്തിയ കർത്താവിന്റെ കരുതല് വലുതാണ്. അവന് പൂർണ്ണ നിശ്ചയം ഉണ്ടായിരുന്നു അവനെ വിടുവിപ്പാൻ കർത്താവ് ശക്തനാണെന്ന്. ആ ധൈര്യത്തോടെ ഇറങ്ങി ആ ഫെലിസ്ത്യൻ ഇത് കണ്ടിട്ട് അവനോട് പറയുക, നീ എന്താ വിചാരിച്ച, ഞാനൊരു നായാണെന്നാണ് നീ വിചാരിച്ചത് ഇങ്ങനെ ഒരു ചെറിയ വടിയുമായിട്ട് വരാൻ? എന്നാൽ അവിടൊക്കെയും നിന്ദിക്കപ്പെടാതെ പരാജയം അനുഭവിക്കാതെ നേരിൽ കാണാതെ ധൈര്യത്തോടെ ദാവീദ് അവിടെ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ ദാവീദിന്റെ വിശ്വാസത്തെങ്കില് അവന്റെ ധൈര്യത്തിൽ കർത്താവിനോടുള്ള ആ ധൈര്യത്തെങ്കില് ഹല്ലേലൂയ യേശു കർത്താവ് ആ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് ആ ഫെലിസ്ത്യനോട് നേരിടുവാനുള്ള, അവനെ തകർത്ത് കളയാനുള്ള ദൈവത്തിന്റെ കൃപ അവന് പകർന്നു. ദൈവമക്കളായ ഓരോ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞങ്ങൾക്ക് പ്രാപ്തി ഒന്നുമില്ല, വാക്ക് സാമർഥ്യമില്ല, ഞങ്ങൾ വെറും അപ്രാപ്തരാണ്, കഴിവില്ലാത്തവരെ. പ്രത്യേക നമ്മുടെ ജോലി മണ്ഡലങ്ങളില്, നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ദേശത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്കിതൊന്നും കഴിയുവാൻ സാധിക്കത്തില്ല, എനിക്ക് എങ്ങനെ ഇതിൽ നേരിടാൻ, ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുമെന്ന്. എന്നാൽ എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, നമ്മുടെ പഴയകാല അനേക അനുഭവങ്ങളുണ്ട്. നമ്മൾ ടീച്ചറുടെ അനുഭവത്തിൽ കടന്നുപോയപ്പോൾ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമുണ്ട്. ആ കരം നമ്മൾക്ക് വേണ്ടി ഇനിയും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായാൽ മതി, നമ്മൾക്കൊരു ആത്മബലം ഉണ്ടായാൽ മതി, നമ്മളിൽ ഉള്ളവൻ ആരാണ് തിരിച്ചറിഞ്ഞാൽ മതി, ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റി നമ്മൾ പുലർത്തിയാൽ മതി. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മളെ പിടിവിപ്പാൻ കഴിവുള്ളവനായി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനൊരു സമയം എനിക്ക് അനുവദിച്ചു തന്ന പ്രത്യേക വുമൻസ് മിനിസ്ട്രിയോടും അതിന്റെ ലീഡേഴ്സിനോടും IRCയോടും എല്ലാ ദൈവമക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.